എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നിക്കോളാസ് മഡൂറോ സർക്കാർ വീണിരിക്കുകയാണ്. ഈ വീഴ്ചയുടെ പിന്നിൽ അമേരിക്ക. എന്താണ് അവർ സംഭവിച്ചത്? അമേരിക്കയിലുള്ള ഡ്രഗ്സ് കയറ്റുമതിയിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇദ്ദേഹമാണെന്ന് ആരോപിച്ചാണ് ഈ ഗവൺമെന്റിനെ അമേരിക്ക താഴെ ഇറക്കിയത്. നിക്കോളാസ് മഡൂറോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റാണ് വെനസ്വേലയുടെ. അദ്ദേഹം വെനസ്വേലയുടെ പ്രസിഡന്റ് ആയിരുന്നെങ്കിലും അദ്ദേഹം സ്വന്തം കീശ വീർപ്പിക്കാനായിരുന്നു കൂടുതൽ ശ്രമിച്ചിരുന്നത്. അത് അദ്ദേഹത്തിന് ഗവൺമെന്റ് താഴെ വീണപ്പോൾ തന്നെ നമുക്കറിയാൻ സാധിക്കും. അവിടെയുള്ള ജനങ്ങളുടെ പ്രതിഷേധവും സന്തോഷവും അവിടെയുള്ള ആഘോഷങ്ങളും. നമ്മൾ ഇവിടെയുള്ളവർ അവർക്കെതിരെ പ്രതിഷേധിക്കുന്നു. അതായത് അമേരിക്ക ചെയ്തത് അതാണ്, അമേരിക്ക ചെയ്തത് സാമ്രാജ്യത്വ വിരുദ്ധമാണ്. ശരിയാണ്, അമേരിക്ക ചെയ്തത് തെറ്റ് തന്നെയാണ്. മറ്റൊരു രാജ്യത്തിൽ കടന്നു കയറി ഒരാളെ തട്ടിക്കൊണ്ടുവന്ന് കസ്റ്റഡിയിലാക്കുക എന്നത് ഒരു തെറ്റായ കാര്യം തന്നെയാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉണ്ടായിട്ട് അത് സംസ്കരിക്കാനുള്ള ടെക്നോളജി ഇന്നും വെനസ്വേലയിൽ ഇല്ല. ആകെ അവിടെ ഗുണമുള്ളത് ഈ പ്രസിഡന്റിന് കൂടെ ഉള്ളവർക്കും മാത്രമാണ്. ബാക്കി ആർക്കും വലിയ ഗുണവുമില്ല. ഇപ്പോഴും പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് വെനസ്വേല. ഇപ്പോൾ നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ നോക്കുക, എത്രത്തോളം സമ്പന്നമാണ്. അല്ലെ, മലയാളികൾ, പാകിസ്ഥാനികൾ, ബംഗ്ലാദേശികൾ എല്ലാവരും ജോലി ചെയ്യുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലാണ്. ഒരുപക്ഷെ ആ ലെവലിൽ വെനസ്വേല എത്തിക്കാമായിരുന്നു. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അതെല്ലാം തകിടം മറിച്ചു. നമുക്ക് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റില്ല, ഇടതുപക്ഷ ഗവൺമെന്റ് എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. എല്ലാം ദേശസാൽക്കരിച്ചു, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയില്ല. മാത്രവുമല്ല, എറിയാൻ അറിയാത്തവന്റെ കയ്യിൽ വടി കിട്ടിയ പോലൊരു അവസ്ഥയായിരുന്നു ഈ എണ്ണശേഖരവും. ഇനിയിപ്പോൾ അമേരിക്ക അത് പിടിച്ചെടുത്തിരിക്കുന്നു. അമേരിക്ക പറഞ്ഞത് അവിടെയുള്ള ഓയിൽ ഇനി അമേരിക്കയുടേതാണെന്നാണ്. അമേരിക്കൻ കമ്പനികൾ വലിയ തോതിൽ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയും എല്ലാം അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ അവിടുത്തെ ജനതയ്ക്ക് കിട്ടാൻ പോവുകയാണ്. കാര്യം ഇവരൊരു 50%, 60% കൊണ്ടുപോയാലും ഒരു 40%-ഓളം ഈ ജനതയ്ക്ക് ലഭിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒക്കെ വലിയ തോതിൽ വരും. ഇതേക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നിക്കോളാസ് മഡൂറോ ഒരു സത്യസായി ബാബ ഭക്തനും കൂടിയാണ്. എല്ലാത്തിനും പിന്നിൽ അമേരിക്കയാണ്. അവർ ഒരു രാജ്യത്തെ താഴെ ഇറക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരിയെ പുറത്താക്കണം എന്ന് വിചാരിച്ചാൽ അത് നടന്നിരിക്കും. ഇപ്പം ഈ ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കാനുള്ള കറുത്ത കാര്യങ്ങൾ അമേരിക്കയുടേതാണെന്നാണ് പലരും പറയുന്നത്. നമുക്ക് തെളിവുകളൊന്നുമില്ല, അമേരിക്കയുടേതാണെന്ന് പറയുന്നു. ഈ മഡൂറോ 2024 തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതാണ്. എന്നാൽ ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് വീണ്ടും അദ്ദേഹം തന്നെ പ്രസിഡന്റായി. എന്നാൽ ഇപ്പോൾ ഡെൽസി റോഡ്രിഗസ് ആണ് ആക്ടിംഗ് പ്രസിഡന്റ്. അമേരിക്കയുടെ ഒരു പവർ ഗവൺമെന്റ് എന്ന് വേണം പറയാൻ സാധിക്കും. ജനുവരി 3 അമേരിക്കൻ സേന അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ തെറ്റാണ്. മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു കയറി അവിടുത്തെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു മോശം കാര്യം തന്നെയാണ്. എന്നാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി 2026 ഇത് പലതും സംഭവിച്ചേക്കാം. ഇനി ഒരുപക്ഷെ തായ്വാനെ ചൈന ആക്രമിച്ച് കീഴടക്കിയേക്കാം. സാധ്യതകൾ വളരെ കൂടുതലാണ്. കാര്യം ചൈനയുടെ ഇൻഫ്ലുവൻസ് സൗത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ ദക്ഷിണ അമേരിക്കയിൽ വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ തടയിടുക എന്നൊരു മറ്റൊരു ലക്ഷ്യം കൂടി അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയ്ക്ക് മറ്റേ അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെ പിന്മാറേണ്ടി വന്നു. അവരിപ്പോൾ ലോക പോലീസ് എന്നായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊക്കെ ഒരുപാട് ക്ഷീണമുണ്ടായി. ഇപ്പോൾ അമേരിക്ക സമാധാനത്തിൻ്റെ പാതയിൽ എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ആ ശക്തിക്കൊരു ക്ഷയം ഉണ്ടായിരുന്നു. അത് തിരിച്ച് പിടിക്കാൻ സാധിച്ചു ഈ സംഭവത്തോടു കൂടി. ഇപ്പോഴും ലോക പോലീസ് അമേരിക്കയാണെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അമേരിക്ക ഈ ചെയ്ത കാര്യം മറ്റേത് രാജ്യം ചെയ്താലും ഉപരോധങ്ങളാണ് ഉണ്ടാവുക. അതായത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഇപ്പോൾ അമേരിക്ക തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1953 ഇറാൻ എണ്ണയ്ക്ക് വേണ്ടി അവിടുത്തെ പ്രസിഡന്റ് PM മുഹമ്മദ് മൊസാദേക്കിനെ പുറത്താക്കി. അദ്ദേഹം ഓയിൽ ദേശസാൽക്കരിച്ചു. അതിന് അപ്പം അമേരിക്കയ്ക്കൊന്നും ആക്സസ് കിട്ടാതായി. അപ്പം ആ ഒരു ആക്സസ് കിട്ടാൻ വേണ്ടി അദ്ദേഹത്തെ പുറത്തെറിഞ്ഞു. പിന്നെ 1961 ക്യൂബ. എന്നാൽ അത് പരാജയപ്പെട്ടു. കാര്യം USSRന്റെ സഹായം കിട്ടിയിരുന്നു. 73 ചിലിയിലെ ഡിക്റ്റേറ്ററായിരുന്ന സാൽവഡോർ അലീൻഡയെ പുറത്താക്കി. പനാമയിൽ ഇതേപോലെ കടന്നു കയറി. 1989 പനാമയിൽ കടന്നു കയറി മാനുവൽ നൊറേഗ എന്ന അവിടുത്തെ പ്രസിഡന്റിനെ പുറത്താക്കി. പിന്നെ 2001 സെപ്റ്റംബർ 11 ആക്രമണത്തിന് പ്രതികാരം ചെയ്യുവാനായി അഫ്ഗാനിസ്ഥാനിൽ എത്തി താലിബാനെ പുറത്താക്കി. താലിബാൻ ഇത്രയും കാലം അഫ്ഗാനിസ്ഥാൻ പിടിക്കാതിരിക്കാൻ കാരണം അമേരിക്ക തന്നെയാണ്. എന്നാൽ അവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയത്. അതിനുശേഷം അമേരിക്ക പിന്മാറുന്നു. വീണ്ടും താലിബാൻ തിരിച്ചു വരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം ഇസ്ലാമിക് എമിറേറ്റ്സ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന താലിബാൻ ഭരണത്തിന് കീഴിൽ ആവുന്നു. പിന്നെ 2003 ഇറാഖിനെ ആക്രമിക്കുന്നു. സദാം ഹുസൈനെ പുറത്താക്കുന്നു. അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു. 2011 ലിബിയ
ലിബിയ ഒരു വലിയ ഏകാധിപത്യ രാജ്യമായിരുന്നു. കേണൽ മുഹമ്മദ് ഗദ്ദാഫി ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ പുറത്താക്കുന്നു. അദ്ദേഹത്തെ ജനം തല്ലിക്കൊല്ലുകയാണ് ചെയ്തത്. ഇതിന് പിന്നിലും അമേരിക്കയുടെ കൈകളാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ കടന്നു കയറി അവിടെ എല്ലാം ഇവർക്ക് ഒരു വലിയൊരു ആക്സസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഏത് രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഇവർ കടന്നു കയറും. ഇന്ത്യ ഒഴികെ ഇന്ത്യയിൽ കയറാൻ സാധിക്കില്ല. കാര്യം ഇന്ത്യ ശക്തമായ രാജ്യമാണ്. ഇന്ന് ഒരു ഫെഡറൽ രാജ്യമാണ്. ഇതിന് പല ലെയറാണ്. ഇവിടെ ഇത് നടക്കില്ല. ഇപ്പോൾ ഓയിൽ റിസർവ് നോക്കുവാണെങ്കിൽ വെനസ്വേലയിൽ ഏറ്റവും കൂടുതൽ ഓയിൽ റിസർവ് ഉള്ള രാജ്യമാണ് വെനസ്വേല. 303 ബില്യൺ കോടി ബാരലുണ്ട് അവിടെ. 303 ബില്യൺ ബാരലുണ്ട് വെനസ്വേലയിൽ. അതിന് തൊട്ട് പറയാൻ സൗദി അറേബ്യയാണ് 267 ബില്യൺ ബാരൽസ്. അതിനുശേഷം ഇറാനാണ് 209 ബില്യൺ ബാരൽ. അതിനുശേഷം കാനഡ 163 ബില്യൺ ബാരൽ. അതിനുശേഷം ഇറാഖ് 145 ബില്യൺ ബാരൽ. 6ാം സ്ഥാനത്തുള്ള UAE ആണ് 113 ബില്യൺ ബാരൽ. പിന്നെ 7ാം സ്ഥാനത്തുള്ള കുവൈറ്റ് ആണ് 102 ബില്യൺ ബാരലും. 8ാം സ്ഥാനത്തുള്ള റഷ്യയാണ് 80 ബില്യൺ ബാരലും. 9ാം സ്ഥാനത്തുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് 74 ബില്യൺ ബാരലും. 10ാം സ്ഥാനത്തുള്ള ലിബിയാണ് 48 ബില്യൺ ബാരലും. ഇത്രയും വലിയ ഓയിൽ റിസർവ് ഉണ്ട് ഈ വെനസ്വേലയ്ക്ക്. എന്നിട്ടും രാജ്യം ഇപ്പോഴും പട്ടിണി. രണ്ടാമതും 3ാമതും 4ാമതും 5ാമതും ഉള്ള രാജ്യം ഒരുപാട് മുന്നിലാണ്. ഇപ്പോൾ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇവിടെയൊക്കെ ഒരുപാട് മലയാളികളും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ആ ലെവലിൽ വെനസ്വേല എത്തിക്കാമായിരുന്നു. എന്നാൽ അത് നടന്നില്ല. ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഹ്യൂഗോ ഷാവേസ് 1998 അവിടെ പ്രസിഡന്റ് ആകുന്നു. അതിനുശേഷം അദ്ദേഹം 2004 ഈ ഓയിലൊക്കെ ഉപയോഗിച്ച് ഫ്രീ ഹെൽത്ത് കെയർ കൊണ്ടുവരുന്നു. അതായത് സൗജന്യ മെഡിക്കൽ ചികിത്സ, വിദ്യാഭ്യാസം, ജോലി, ഹൗസിംഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഹ്യൂഗോ ഷാവേസ്. മാത്രമല്ല കുറേ പണം ജനങ്ങൾക്ക് വീതിച്ചു കൊടുത്തു എന്നൊരു കഥയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഒരുപാട് സൗജന്യം കൊടുത്താൽ എക്കണോമി വളരില്ല. ലാസ്റ്റ് അത് നമുക്ക് തന്നെ പാരയാവുകയുള്ളൂ. അതായത് നമ്മൾ പണിയെടുത്ത് നമ്മുടെ പണം മാർക്കറ്റിൽ വിനിയോഗിച്ചാൽ മാത്രമേ എക്കണോമി വളരൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ എക്കണോമി വളരില്ല, എക്കണോമി താഴോട്ട് പോവുകയും ചെയ്യും. ഇപ്പം നമ്മൾ തൊഴിലെടുക്കുന്ന എന്തിനാണ്? നമുക്ക് പൈസ ഉണ്ടാക്കാൻ. ആ പൈസ നമ്മൾ ചിലവാക്കണം, എന്നാലേ എക്കണോമി വളരത്തുള്ളൂ. അത് സംഭവിച്ചില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അതായത് എല്ലാം ജനങ്ങൾക്ക് ഫ്രീ കിട്ടി, പൈസ അടക്കം ഫ്രീ കിട്ടി. അപ്പം ആരും ജോലിക്ക് പോകാതായി, എക്കണോമി തകർന്നു. അത് കൃത്യമായ രീതിയിൽ വിനിയോഗിച്ചില്ല. അദ്ദേഹം ചിന്തിച്ചത് നല്ല കാര്യമാണ്. അതായത് എല്ലാവർക്കും എല്ലാം ലഭിക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷേ അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. 2013 അദ്ദേഹം ക്യാൻസർ വന്ന് മരിക്കുകയും ചെയ്തു. നിക്കോളാസ് മഡൂറോ പ്രസിഡന്റ് ആകുകയും ചെയ്തു. 2002 ഷാവേസിനെ പുറത്താക്കാൻ നോക്കി, എന്നാൽ അത് നടന്നില്ല. ഷാവേസ് ഒരു ശക്തനായ ഒരു പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത്ര പ്രശ്നങ്ങളില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം മഡൂറോ വന്നതിന് ശേഷമാണ് വലിയ രീതിയിൽ കറപ്ഷനായി മാറിയത്. US അത്ര നല്ലവരൊന്നുമല്ല. ഇവരെ ശരിക്കും വരിഞ്ഞിട്ട് മുറുക്കുകയാണ് ചെയ്തത്. എക്കണോമിക്കലി ഒരുപാട് കഷ്ടപ്പെടുത്തി. പിന്നെ ഇദ്ദേഹത്തെ പുറത്താക്കാൻ US 2019 നോക്കിയിരുന്നു. ജുവാൻ ഗൊഡേലോ എന്നൊരാളെ പ്രസിഡന്റ് ആക്കാൻ നോക്കി. പക്ഷേ അത് നടന്നില്ല. മഡൂറോയുടെ പട്ടാളം പുള്ളിയെ പുറത്താക്കുകയാണ് ഉണ്ടായത്. അത് മാത്രമല്ല വേറൊരു വിഷയം എന്ന് വെച്ചാൽ ഒരുപാട് പേർ വെനസ്വേല വിട്ടു പോയി. ഈ ഒരു കറപ്ഷനും അവിടെ ജീവിക്കാനുള്ള സാഹചര്യം ഇല്ല. 20 ലക്ഷത്തോളം ആളുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്തു.